ഡിസ്കസ് ചെയ്ത കാര്യം എന്താ അഭിനന്ദേ? അഭിനന്ദി അഭിനന്ദ് നൈനിക യെസ് മാം. ലാസ്റ്റ് ക്ലാസ്സിൽ ഇന്നലെ ലാസ്റ്റ് നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്ത്? മാം z is equal to x cube, y is equal to x square. ആ ക്വസ്റ്റ്യന് മിസ് എക്സാമ്പിൾ കൂടെ തന്നിട്ടില്ല. ഓക്കെ, അതായത് രണ്ട് സർഫേസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോഴുള്ള കേർവിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നല്ല എവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായ. ഓക്കെ, അപ്പൊ അത്ര വരെ ക്ലിയർ അല്ല? നിങ്ങൾ നോക്കിയോ? അത് നോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ? ആ നോട്ട് ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ആ സമയത്ത് ഡൗട്ട് ഉണ്ടാകുന്നതൊക്കെ ചോദിക്കുക കേട്ടോ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡൊമെയിൻ ആണ്. ഡൊമെയിൻ ഓഫ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്താണെന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഡൊമെയിനിൽ നിന്ന് റേഞ്ചിലോട്ടേക്കുള്ള മാപ്പിങ്ങിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പം വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്, ഇറ്റ്സ് ഓൾസോ എ ഫംഗ്ഷൻ ഫ്രം ഡൊമൈൻ സെറ്റ് ടു വെക്റ്റർ സ്പേസ്. ഡൊമൈൻ സെറ്റിൽ നിന്ന് വെക്റ്ററിലോട്ടേക്കുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡൊമൈൻ എന്താണ്? ഇപ്പൊ നമുക്കൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഡൊമൈൻ എങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അതാണ് ഇനി നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡൊമൈൻ ഓഫ് എ വെക്റ്റർ ഫംഗ്ഷൻ. നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ പഠിച്ചു അല്ലെ? പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി ആൻഡ് സെഡ് ഓഫ് ടി. ഇതാണ് നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ. നമ്മൾ അതിന്റെ ആ പാരാമെട്രിക് ഇക്വേഷൻ കിട്ടിയാൽ ആ വെക്റ്ററിന്റെ, അതായത് കേർവ്, ഒരു കേർവിന്റെ പാരാമെട്രിക് ഇക്വേഷനല്ലേ നമ്മൾ എഴുതുക. ആ കേർവിനെ നമുക്ക് എങ്ങനെ ഒരു വെക്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക? ഐ ജെക്ക് കൊടുക്കാം. എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ. ഇങ്ങനെയാണ് നമ്മൾ കേർവിന്റെ സ്റ്റാൻഡേർഡ് ഫോം. ഒരു കേർവിനെ നമ്മൾ ഇങ്ങനെയാണ് വെക്റ്റർ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി ഈ തന്നിരിക്കുന്ന കാര്യം, ഈ എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ആണല്ലോ. കാരണം ഐ ജെ കെ അവിടെ ഉണ്ട്. സോ ഇതെന്തായാലും എന്താണ്? വെക്റ്റർ ആണ്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്ക്, എക്സ് ഓഫ് ടിയും വൈ ഓഫ് ടിയും സെഡ് ഓഫ് ടിയും ഇതെല്ലാം എന്താ? ഫംഗ്ഷൻ ഓഫ് ടി അല്ലേ? x of t എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടി, വൈ ഓഫ് ടി ഇറ്റ്സ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് ടി, സെഡ് ഓഫ് ടി ഇസ് അഗെയിൻ എ ഫംഗ്ഷൻ ഓഫ് ടി. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? വെക്റ്ററും ആണ്, ഒരു ഫംഗ്ഷനും ആണ്. സോ ഈ പാരാമെട്രിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതിയ കേർവ് അതെന്താണ്? ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അതെനിക്ക് അറിയുന്ന കാര്യമല്ലേ? ഇതൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലേ? എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ എഴുതിയാലോ? ആർ വെക്റ്റർ ഈക്വൽ ടു, നേരത്തെ ഇന്നലെ എഴുതിയുണ്ട്, നമുക്ക് നോക്കാം. ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ. ഇതിപ്പം ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ജസ്റ്റ് അങ്ങനെ മാത്രം നിങ്ങൾ നോക്കൂ. ആർ വെക്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോമ്പണൻസ് ഇല്ലേ? ഈ ടി സ്ക്വയർ, ടി ക്യൂബ്, ഇതാണല്ലോ ഈ ഒരു വെക്റ്ററിന്റെ കോമ്പണൻസ് എന്ന് പറയുന്നത്. ഈ കോമ്പണൻസിന് കൊടുക്കാൻ പറ്റുന്ന ടീന്റെ വാല്യൂസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയുള്ള കോമ്പണന്റ് ഏതൊക്കെയാണ്? ടി, ടി സ്ക്വയർ ആൻഡ് ടി
ക്യൂബ്. അപ്പൊ ഈ ടിക്ക് നമുക്ക് റിയൽ വാല്യൂസ് ഏതൊക്കെ റിയൽ വാല്യൂസ് കൊടുക്കാൻ പറ്റും, ഈ ടി സ്ക്വയറിന് നമുക്ക് ഏതൊക്കെ റിയൽ വാല്യൂസ് കൊടുക്കാൻ പറ്റും, ഈ ടി ക്യൂബിന് നമുക്ക് ഏതൊക്കെ റിയൽ വാല്യൂസ് കൊടുക്കാൻ പറ്റും നോക്കുക. എന്നിട്ട് ഈ മൂന്നിനും കോമൺ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന റിയൽ വാല്യൂസ്, അതായത് മൂന്നിന്റെയും ഇന്റർസെക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ, ഡൊമെയിൻ എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നാൽ, അതായത് ഇങ്ങനെ ഒരു വെക്ടർ നിങ്ങൾക്ക് തന്നാൽ, ടി വരുന്ന ഒരു വെക്ടർ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ ടിക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൊമെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാച്ചുറൽ ഡൊമെയിൻ എന്ന് പറയുന്നത്. അതായത് എല്ലാ കോമ്പണൻസിനും കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിന് 3 കോമ്പണൻസ് ഉണ്ട്. ആ 3 കോമ്പണൻസിനും കൊടുക്കാൻ പറ്റുന്ന ടീന്റെ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡൊമെയിൻ എന്ന് പറയാം. അപ്പൊ ടീന്റെ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയൽ വാല്യൂസ് -∞ തൊട്ടിട്ട് +∞ വരെയുള്ള വാല്യൂസ് ആണ് നമ്മൾ ഈ ടീക്ക് കൊടുക്കുക. പക്ഷെ നമ്മൾ ചില സമയത്ത് നമുക്ക് ഇതിലെ ഈ -∞ തൊട്ടിട്ട് +∞ വരെയുള്ള എല്ലാ വാല്യൂസും ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ കേസ് ഞാൻ പറയാം. ഇവിടെ നിങ്ങൾ എന്താ, ഇപ്പൊ ടി ആണ് ഇവിടെ ആദ്യത്തെ കോമ്പണന്റ് എന്ന് പറഞ്ഞത്. ഈ ടിക്ക് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാൻ പറ്റും നോക്കുക. ടിക്ക് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാല് ടി ഡിഫൈൻഡ് ആയിട്ടുള്ള ഏതൊക്കെ വാല്യൂസ്, ഇപ്പൊ -∞ തൊട്ട് +∞ വരെ ഏത് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് ടിക്ക് കൊടുക്കാം. ഏത് വാല്യൂ കൊടുത്താലും അത് ആ വാല്യൂ ആയിട്ട് മാറും, അത്രേ ഉള്ളൂ. ടിക്ക് 1 കൊടുക്കാം, ടിക്ക് 2 കൊടുക്കാം, ടിക്ക് 3 കൊടുക്കാം, ടിക്ക് 4 കൊടുക്കാം, ടിക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ടീന്റെ എന്താ -∞ തൊട്ടിട്ട് ∞ വരെ നമുക്ക് എല്ലാ വാല്യൂസും ഈ ടിക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ ടി സ്ക്വയറിന് നമുക്ക് എന്ത് ചെയ്യാം, ടി സ്ക്വയർ എല്ലാ സ്ഥലത്തും ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ടി സ്ക്വയർ. അപ്പൊ അവിടെ നമുക്ക് -∞ തൊട്ട് +∞ വരെ ഏത് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ടി ക്യൂബും എന്താണ്, എല്ലാ സ്ഥലത്തും ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. സോ അതിന് -∞ തൊട്ടിട്ട് +∞ വരെയുള്ള എല്ലാ വാല്യൂസും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ മൂന്നിനും എന്താണ്, -∞ തൊട്ടിട്ട് +∞ വരെയുള്ള എല്ലാ വാല്യൂസും നമുക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന ഈ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്, -∞ ടു +∞. ഇത് മൂന്നിന്റെ ഇന്റർസെക്ഷൻ എടുക്കണ്ട, മൂന്നും സെയിം അല്ലേ. സെയിം ആകുമ്പോൾ അതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, -∞ തൊട്ടിട്ട് +∞ വരെ. ഇതാണ് ഡൊമെയിൻ ഓഫ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പം എന്തൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടോ, അതെന്താ ടിക്ക് കൊടുക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്ക് കൊടുക്കാൻ പറ്റാത്ത വാല്യൂസ് ഏതൊക്കെയാ അങ്ങനെ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം അഗൈൻ ഞാനൊരു r of t അല്ലെങ്കിൽ r equal to t square I plus 1/t j plus 3t k. ഇതാണ് ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ഞാനിപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ഇപ്പൊ നമ്മൾ ഡൊമെയിൻ എഴുതുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ട സ്റ്റെപ്സ് അതിന്റെ കോമ്പണൻസ് എഴുതുക. ടി സ്ക്വയർ, 1/t, 3t. ഇത് മൂന്നും ആണല്ലോ ഇതിന്റെ കോമ്പണൻസ്. ടി സ്ക്വയർ, 1/t ആൻഡ് 3t. ഇനി ടി സ്ക്വയറിന് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാൻ പറ്റും നോക്കുക, റിയൽ വാല്യൂസ്. ടി സ്ക്വയറിന് നമുക്ക് ഏത് റിയൽ വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം. ഏത് വാല്യൂ കൊടുത്താലും ടി സ്ക്വയറിന് നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ഓക്കെ, ഇനി 1/t. 1/tക്ക് നിങ്ങൾക്ക് എല്ലാ വാല്യൂസും കൊടുക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും ആൻസർ പറയാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് റിപ്ലൈ തരിക, അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ പറയാം. 1/t എന്ന് പറയുന്ന ഫംഗ്ഷന് -∞ തൊട്ടിട്ട് +∞ വരെ എല്ലാ വാല്യൂസും കൊടുക്കാൻ പറ്റുമോ? പറ്റുമോ? എനി ആൻസേഴ്സ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ക്ക് -∞ തൊട്ടിട്ട് ∞ വരെയുള്ള എല്ലാ വാല്യൂസും കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ടിക്ക് 1 കൊടുക്കാം, ടിക്ക് 2 കൊടുക്കാം, ടിക്ക് 3 കൊടുക്കാം. പറ. 0 ഒഴികെ ബാക്കിയുള്ള. വെരി ഗുഡ്. 0 നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇവിടെ 1/t ആണ്. അപ്പൊ 1/t എന്ന് പറഞ്ഞ് പറഞ്ഞ പോലെ 0
1/0 ടിക്ക് 0 കൊടുത്താൽ എന്താ സംഭവിക്കുക? അത് നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലെ. ഡിനോമിനേറ്ററിൽ 0 വരുവാന്ന് പറഞ്ഞാൽ അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ടിക്ക് എന്ത് കൊടുക്കാൻ പറ്റൂല? 0 നമുക്ക് കൊടുക്കാൻ പറ്റൂല. 0 ഒഴികെയുള്ള ബാക്കി എല്ലാ റിയൽ വാല്യൂസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 1/tക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഡൊമൈനിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇതിന്റെ ഇന്റർവെൽ എങ്ങനെയാ? -∞ തൊട്ടിട്ട് 0 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് വേണ്ട. 0 വരെയുള്ള പോയിന്റ് എടുക്കാം, പക്ഷെ 0ന് എടുക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എങ്ങനെയാ അതിനെ എഴുതുക? ഓപ്പൺ ഇന്റർവെൽ 0 എന്ന് എഴുതിക്കൂടെ നമുക്ക്? ഓപ്പൺ ഇന്റർവെൽ 0 എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താണ്? 0 ഇൻക്ലൂഡഡ് അല്ല, പക്ഷെ 0ന്റെ അടുത്ത് വരെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഇനി കഴിഞ്ഞിട്ടില്ല, നമുക്ക് +∞ വരെ വേണം. അടുത്ത എന്താ? ഓപ്പൺ ഇന്റർവെൽ 0 തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെ. ഏതെങ്കിലും ഒരു പോയിന്റ് എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് അതിനെ എഴുതേണ്ടത്. ഇന്റർവെൽ ആയിട്ട് ഇങ്ങനെ എഴുതുക. ഇപ്പൊ 1നെയാണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതുക? -∞ to 1 യൂണിയൻ 1 to ∞. അതിന്റെ അർത്ഥം എന്താ? അതിൽ 1 ഇല്ല. ഇപ്പൊ ഇതില് ഈ ഇന്റർവെല്ലിൽ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ഇവിടെ ഓപ്പൺ ഇന്റർവെൽ ആണ് 0ന്റെ സ്ഥലത്ത് വരുന്നത് അല്ലെ. ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ 0 ഇൻക്ലൂഡഡ് ആവില്ല. പക്ഷെ 0 അല്ലാത്ത എല്ലാ വാല്യൂസും ഈ ഒരു യൂണിയനിൽ, ഈ ഒരു ഇന്റർവെലിന്റെ യൂണിയനിൽ വരുന്നുണ്ട്. ഇപ്പൊ 1/t എന്ന് പറയുന്ന ഫംഗ്ഷൻ -∞ തൊട്ടിട്ട് 0 വരെയും 0 തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെയാണ് ഡിഫൈൻഡ് ആയിട്ടുള്ളത്. ഇനി 3t എന്താ? 3t എന്ന് പറഞ്ഞാൽ 3 × t. അവിടെ ടിക്ക് നമുക്ക് എന്ത് കൊടുക്കും? ഏത് വാല്യൂ കൊടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? 3t എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം -∞ തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെ. കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നില്ല. ടിക്ക് ഏത് വാല്യൂ കൊടുത്താലും എന്തെങ്കിലും കുഴപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ടിക്ക് ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. നമ്മുടെ മൈൻഡിൽ എന്താ വരണ്ടേ? നമ്മൾ ഇങ്ങനെ എല്ലാ വാല്യൂം കൊടുക്കാന്ന് പറയുമ്പോൾ ഏതെങ്കിലും വാല്യൂ കൊടുക്കുമ്പം അതിന് എന്തെങ്കിലും ഒരു ഡിഫൈൻഡ് അല്ലാത്ത കേസ് വരുന്നുണ്ടോന്നേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ടിക്ക് ഏത് വാല്യൂ ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് എന്ത് കിട്ടി? 3 കോമ്പോണൻസും ഡിഫൈൻഡ് ആയിട്ടുള്ള ഇന്റർവെൽസ് കിട്ടി. ഇനി എന്താ വേണ്ടത്? ഇത് മൂന്നും, അതായത് ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷനാണ് ചോദിക്കുന്നത്. ഇത് മൊത്തത്തിലുള്ളതിന്റെ ഡൊമൈനാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ മൊത്തത്തിലുള്ളതിന്റെ ഡൊമൈൻ എന്ന് പറയുമ്പം ഈ 3 കോമ്പോണൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്ഥലമായിരിക്കണം. അപ്പൊ ഈ 3 കോമ്പോണൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? അതായത് ഈ 3 ഇന്റർവെല്ലും സാറ്റിസ്ഫൈ ചെയ്യുന്നത് എവിടെയാണ്? അപ്പൊ നിങ്ങൾ നോക്കേണ്ടത്, നമുക്ക് എന്താ വേണ്ടത്? ഒരു ലോവർ ലിമിറ്റും വേണം, ഒരു അപ്പർ ലിമിറ്റും വേണം. അപ്പൊ നിങ്ങൾ ഓരോ കോമ്പോണന്റിന്റെ ലോവർ ലിമിറ്റ് നോക്കുക. ഇതിന്റെ ലോവർ ലിമിറ്റ് -∞. അപ്പൊ ഇവിടെ -∞ ഉണ്ട്. ഇതിന്റെ ലോവർ ലിമിറ്റ് -∞. ഇതിന്റെ ലോവർ ലിമിറ്റ് -∞. അപ്പം എല്ലാത്തിനും ലോവർ ലിമിറ്റ് എന്താ വരുന്നത്? -∞ വരുന്നത്. അപ്പൊ എല്ലാത്തിലും എന്തുണ്ട്? -∞ എല്ലാത്തിലും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് എഴുതി വെക്കുക, -∞. ഇനി ഇങ്ങനെ ഒരു ബ്രേക്ക്, ഒന്നിൽ ഒരു ബ്രേക്ക് വന്നാൽ ഏതെങ്കിലും, അതായത് 3 കോമ്പണൻസിൽ ഏതെങ്കിലും ഒന്നിന് ബ്രേക്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ഇന്റർസെക്ഷനിലും ഇങ്ങനെ ഒരു ബ്രേക്ക് നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ബ്രേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇന്റർവെല്ല് ഇങ്ങനെ ഇടുക. ഇനി എല്ലാത്തിന്റെ അപ്പർ ലിമിറ്റ് നോക്ക്, എത്രയാണ് വരുന്നത്? ഇൻഫിനിറ്റി വരുന്നുണ്ട്, ഇൻഫിനിറ്റി വരുന്നുണ്ട്, ഇൻഫിനിറ്റി വരുന്നുണ്ട്. അപ്പൊ അപ്പർ ലിമിറ്റ് എല്ലാത്തിന്റെ എന്താണ്? ഇൻഫിനിറ്റി തന്നെയാണ്. ഓക്കെ, ഇന്റർസെക്ഷൻ ഇൻഫിനിറ്റി വരും. ഇനി എവിടെയാണ് നമ്മൾ ബ്രേക്ക് വരുന്നതെന്ന് നോക്കൂ. ഇനി എവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്? 0ന്റെ അടുത്താണ് നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പൊ ആ ബ്രേക്ക് വരുന്നത് അങ്ങനെ തന്നെ എഴുതാം. 0 എന്ന് പറയുന്നത് ഈ t², ഈ -∞ തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെ, ഈ -∞ to 0 വരെയുള്ള പോർഷൻ വരുന്നില്ലേ? അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? 0 to ∞. ഇതാണ് ഇതിന്റെ ആൻസർ വരിക. ഡൊമൈൻ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ 3 കോമ്പോണൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 3 കോമ്പോണൻസിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, t² എല്ലാ സ്ഥലത്തും ഡിഫൈൻഡ് ആണ്, 3t എല്ലാ സ്ഥലത്തും ഡിഫൈൻഡ് ആണ്. പക്ഷെ 1/t 0ൽ മാത്രം ഡിഫൈൻഡ് അല്ല, ബാക്കി എല്ലാ സ്ഥലത്തും ഡിഫൈൻഡ് ആണ്. അപ്പൊ അതിന്റെ 3ഉം ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ഥലം ചോദിച്ചാൽ നമുക്ക് ഏതാ പറയാൻ പറ്റുക? എല്ലാ സ്ഥലത്തും ഡിഫൈൻഡ് ആവുന്നുണ്ട്, പക്ഷെ 0ൽ മാത്രം ഡിഫൈൻഡ് ആവുന്നില്ല. അപ്പൊ അതിന്റെ ഡൊമൈനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, all real numbers except 0. ഇങ്ങനെ എഴുതിയാലും മതി. ഡൊമൈൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ all real numbers except 0. 0 വരാത്ത ബാക്കി എല്ലാ റിയൽ നമ്പേഴ്സും ഇതിന്റെ ഡൊമൈൻ ആയിട്ട് വരുന്നുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക് ഡൊമൈൻ എന്താണെന്നുള്ളത്? ക്ലിയർ ആണോ? ഇനി
ഇപ്പം 1/t കേസ് ഡിനോമിനേറ്ററിൽ വരുന്ന കേസ് നിങ്ങൾക്കറിയാം. ഇപ്പം 1 എന്ത് വന്നു കഴിഞ്ഞാലും ഡിനോമിനേറ്റർ 0 ആവുന്ന കേസ് അവിടെ എന്താണ്, അൺഡിഫൈൻഡ് ആണ്. ഇനി അതല്ലാണ്ട് ഡിഫൈൻഡ് ആവാത്ത കുറച്ച് ഫങ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു കാര്യം. അത് അങ്ങനത്തെ കുറച്ച് ഫങ്ഷൻസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഡൊമൈന് പെട്ടെന്ന് എഴുതാൻ പറ്റും. അതായത് ഇപ്പം ലോഗിന്റെ കേസ്, ലോഗ് ടി എവിടെയാണ് ഡിഫൈൻഡ് അല്ലാത്തത്? ഇപ്പം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നെന്ന് വിചാരിക്കുക, ടി ഐ പ്ലസ് ലോഗ് ടി ജെ പ്ലസ് ഇ റൈസ് ടു ടി കെ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നോന്ന് നിങ്ങൾ വിചാരിക്കുക. ടി ലോഗ് ടി ആൻഡ് ഇ റൈസ് ടു ടി, ഇത് മൂന്നുമാണ് ഇതിന്റെ കോമ്പണൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാ സ്ഥലത്തും ഡിഫൈൻഡാ. ലോഗ് ടി എല്ലാ സ്ഥലത്തും ഡിഫൈൻഡ് ആണോ? ലോഗിന് എല്ലാ സ്ഥലത്തും വാല്യൂസ് ഉണ്ടാവോ? ആർക്കെങ്കിലും അറിയോ അത്? ലോഗിന് എല്ലാ സ്ഥലത്തും വാല്യൂ ഉണ്ടാവും. അത് ടീന് ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് ലോഗ് ഓഫ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആൻസർ കിട്ടുമോ? ആർക്കെങ്കിലും അറിയോ? ലോഗ് ഡിഫൈൻഡ് അല്ലാത്ത ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ഏതാന്ന് ആർക്കെങ്കിലും അറിയോ? ടിക്ക് ഏതോ ഒരു വാല്യൂ കൊടുക്കുമ്പം ഇത് ഡിഫൈൻഡ് അല്ലാണ്ടാവും. ഏത് വാല്യൂ അത്? അറിയോ? ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. ലോഗ് ടി ഡിഫൈൻഡ് അല്ലാത്ത റിയൽ വാല്യൂ. മാം 0 ആണ്. 0. ഓക്കെ, ലോഗ് 0 എന്താണ്, അൺഡിഫൈൻഡ് ആണ്. ലോഗിന് 0യിൽ വാല്യൂ ഇല്ല. അപ്പം ഇവിടെ എന്താ 0 ആവാൻ പറ്റൂല. ടിക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല, 0 ആവാൻ പറ്റൂല. അപ്പൊ നമ്മൾ അതിന്റെ ഇന്റർവൽ എങ്ങനെയായിരിക്കും എഴുതുക? -∞ to 0 യൂണിയൻ 0 to ∞. 0 ഒഴികെയുള്ള ബാക്കി എല്ലാ പോയിന്റ്സും ലോഗ് ടിയിൽ ഓക്കെയാണ്. പിന്നെ ഇ റൈസ് ടു ടി, ഇ റൈസ് ടു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇ റൈസ് ടു ടി. അപ്പം ഇ റൈസ് ടു ടി എന്താണ്, -∞ to ∞. നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് ഫംഗ്ഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. നിങ്ങളൊന്ന് മൈൻഡിൽ ഓർത്താൽ മതി. 1/t, ലോഗ് ടി, ഇതൊക്കെ എന്താണ് ഡിഫൈൻഡ് അല്ലാത്ത സ്ഥലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ വേറെ എന്താ, അപ്പൊ ഇതിന്റെ എന്താ നമുക്ക് പറയാൻ പറ്റുമോ? ഇത് -∞ to ∞ ആണ്. ഇത് -∞ to 0, 0 to ∞, -∞ അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും ഇന്റർസെക്ഷൻ പോർഷൻ ഏതായിരിക്കും വരിക? ആകെ ഇത് ഡിഫൈൻഡ് അല്ലാത്ത ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, എവിടെയാണ്? 0യിൽ മാത്രം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് 0 എന്ന് പറയാം അതിന്റെ ഡൊമൈന്. ക്ലിയർ അല്ലേ? നിങ്ങളൊരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ആ പ്രോബ്ലം നോക്കുന്ന സമയത്ത് എന്തായാലും ആ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ആ കൺസെപ്റ്റ്, അതായത് ഡൊമൈൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നോട് ഡൗട്ട് നിങ്ങൾ ചോദിക്കുക. ഇനി വേറൊരു ഫംഗ്ഷനാണ് നിങ്ങൾ പറയാൻ പറ്റുമോ നോക്കുക. എന്താ പറയാ, 2t² i പ്ലസ് ലോഗ് 1 - t പ്ലസ് 2t + 1 k. പറ, ഇതിന്റെ ഡൊമൈന് നമ്മൾ എങ്ങനെ എഴുതാം? 2t², അതേപോലെ ലോഗ് 1 - t, പിന്നെ 2t + 1. ഇതാണ് കോമ്പണൻസ് വരുന്നത്. അപ്പൊ ഈ കോമ്പണൻസ് എവിടെയൊക്കെയാണ് ഡിഫൈൻഡ്, എവിടെയൊക്കെയാണ് ഡിഫൈൻഡ് അല്ലാത്തത് നിങ്ങളൊന്ന് പറഞ്ഞ്. 2t² എന്താ വരുമോ? ആരെങ്കിലൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറ. 2t², അതിന്റെ ഡൊമൈൻ എന്താ വരിക? അത് ഇന്റർവെൽ ഏതാ വരിക? 2t². പറ. നിങ്ങൾ പെട്ടെന്ന് പറ. 2t² എവിടേക്കാ ഡിഫൈൻഡ് ആയത്? പറഞ്ഞോ. ഞാൻ തന്നെ പറയണ്ടേ? എനിക്കിത് ക്ലിയർ അല്ലേ? പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അപ്പം 2t² എന്ന് പറയുന്നത് -∞ തൊട്ടിട്ട് ∞ വരെ എല്ലാ പ്ലേസിലും എന്താണ്
ഡിഫൈൻഡ് ആണ്, കാരണം ടി സ്ക്വയർ എല്ലാ സ്ഥലത്തും ഡിഫൈൻഡ്. അപ്പൊ അതിനൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിളും എല്ലാ സ്ഥലത്തും എന്തായിരിക്കും, ഡിഫൈൻഡ് ആയിരിക്കും. ഇതിന്റെ ആൻസർ നിങ്ങൾ തീർച്ചയായിട്ടും ആരെങ്കിലും ഒരാൾ എനിക്ക് പറഞ്ഞുതരാം. ലോഗ് 1 മൈനസ് ടി എവിടെയാണ് ഡിഫൈൻഡ് അല്ലാത്തത്? 1 മൈനസ് ടി, ടിക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ലോഗ് 1 മൈനസ് ടി ഡിഫൈൻഡ് അല്ലാത്തത്? ആരെങ്കിലും പറ ആൻസർ. നോക്കട്ടെ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? മാം 10 ആണോ? 1 അല്ലേ? എന്താണ്? 10. 10 1 മൈനസ് ടി അല്ലേ ചോദിക്കുന്നേ? 1. അപ്പം ആ 1 അല്ലേ വരാ? അപ്പം 1 മൈനസ് 1 കൊടുത്താൽ എന്തായി പോവും? ലോഗ് 0 ആയി പോവും. അപ്പം ലോഗ് 0 എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് അല്ല. അപ്പൊ ഇവിടെ നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റാത്ത വാല്യൂ ഏതാണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ അപ്പൊ 1 നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ 1 നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. അപ്പൊ ആ ഇന്റർവെലിനെ നമ്മൾ എങ്ങനെ എഴുതുക? നിങ്ങൾ പറഞ്ഞേ, എങ്ങനെയാ ഇന്റർവെലിനെ എഴുതുക? 1 എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഇന്റർവെലിനെ പറ. മൈനസ് ഇൻഫിനിറ്റി 1 അല്ലേ, യൂണിയൻ 1 ടു ഇൻഫിനിറ്റി. അപ്പൊ ഇവിടെ എന്തല്ല 1 ഇല്ല, പക്ഷെ 1 ഒഴികെയുള്ള ബാക്കി എല്ലാ വാല്യൂസും വരുന്നുണ്ട്. പിന്നെ 2t പ്ലസ് 1, 2t പ്ലസ് 1 എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻ. ഇതൊക്കെ എന്താണ്? പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ എല്ലാം എല്ലാ സ്ഥലത്തും എന്തായിരിക്കും? ഡിഫൈൻഡ് ആയിരിക്കും. അതിൽ ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, അതെനിക്ക് എന്തെങ്കിലും പവർ വരുന്ന ഫംഗ്ഷൻസ്, അത് ഇങ്ങനെ ഡിനോമിനേറ്റർ ഒന്നും ഇല്ലാത്ത സാധാരണ ഇങ്ങനെ ഒരു ഓൾജിബ്രൈക് ഫോം, ഒരു പോളിനോമിയൽ ഫോം ആണെങ്കിൽ അതെല്ലാ സ്ഥലത്തും ഡിഫൈൻഡ് ആയിരിക്കും. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കേണ്ട. ഓക്കെ, അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 എക്സ്ക്ലൂഡഡ് ആയിട്ടില്ല അല്ലെ, 1 മാത്രമേ ഡിഫൈൻഡ് അല്ലാണ്ടുള്ളൂ. സോ ഓൾ റിയൽ നമ്പർ എക്സെപ്റ്റ് 1, അതാണ് അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് മൈനസ് ഇൻഫിനിറ്റി 1 യൂണിയൻ 1 ഇൻഫിനിറ്റി. ഇതാണ് എന്ത് നമ്മള് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് ഡൊമൈൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? പറ. ഓക്കെ, ക്ലിയർ ആണ്. സോ ഞാൻ അടുത്ത് പറയട്ടെ, അടുത്ത ടോപ്പിക്കിലേക്ക് ഞാൻ പോവാണ്. ഡൊമൈന് കഴിഞ്ഞാൽ ഗ്രാഫ്. ഗ്രാഫും ഈസിയാണ്. അത് നമ്മൾ ഓൾറെഡി ആദ്യം തൊട്ടേ, അതായത് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് ഗ്രാഫ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവായിരിക്കും. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി കുറച്ച് പാരാമെട്രിക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ നമുക്കറിയാം, പിന്നെ സർക്കുലർ ഹെലിക്സിന്റെ പാരാമെട്രിക് ഇക്വേഷൻ നമുക്കറിയാം. അതേപോലെ എന്താ നിങ്ങൾ പണ്ട് പഠിച്ച സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയില്ലേ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പറയാം. ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ, അത് ഒരു പോയിന്റും പാരലൽ ലൈനും പാരലൽ വെക്ടറും കിട്ടിയാൽ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെയായിരുന്നു ഉണ്ടായത്? അതായത് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? സം എക്സ് നോട്ട് പ്ലസ് ടി ഇൻറ്റു എ ആയിരുന്നു. വൈ ഓഫ് ടി എന്ന് പറയുന്നത് വൈ നോട്ട് പ്ലസ് ടി ഇൻറ്റു ബി, ആൻഡ് സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് സെഡ് നോട്ട് പ്ലസ് ടി ഇൻറ്റു സി. ഇതാണ് ഒരു ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. അപ്പൊ നമ്മൾ അതിന്റെ വെക്ടറായിട്ട് എങ്ങനെ എഴുതാം? ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ടി, ഇതല്ല എക്സ് ഓഫ് ടി, എക്സ് നോട്ട് പ്ലസ് ടി എ ഇൻറ്റു വൈ പ്ലസ് y naught plus tb into j plus z naught plus tc into k. ഇങ്ങനെയായിരുന്നു ഒരു ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഒരു ലൈനിനെ നമ്മൾ ഇങ്ങനെ വെക്റ്റർ ഫോമിലേക്ക് മാറ്റി എഴുതാം. അപ്പൊ അതിന്റെ എക്സാമ്പിൾ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ 1 plus 2t i plus 3tj plus minus 2k, ഇങ്ങനെ ഒരു പാരാമെട്രിക് ഇക്വേഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെക്ടർ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നാൽ ഇത് ഏത് കേർവ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. അപ്പൊ ഇത് എന്താണ്? 1 plus t, 1 plus 2t. നമ്മൾ ഈ ഒരു ഫോമിൽ തന്നെ ഉള്ളത്, സ്ട്രേറ്റ് ലൈനിന്റെ ഫോമിലല്ലേ ഉള്ളത്, എക്സ് നോട്ട് പ്ലസ് 2t ഫോമിലുള്ളത്. 3t ഉണ്ട്. അപ്പം മറ്റേത് എന്തായിട്ട് എടുക്കാം? നമുക്ക് 0 ആയിട്ട് എടുക്കാം വാല്യൂ, അല്ലെങ്കിൽ 0 പ്ലസ് 3t എന്ന് എഴുതാം ഇതിനെ. അതേപോലെ -2 ആണെങ്കിൽ -2 പ്ലസ് 0t എന്ന് എഴുതാം നമുക്കിതിനെ. നമ്മളതൊക്കെ പഠിച്ചതല്ലേ എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ. അപ്പൊ ഇതെന്താണ്? ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ?
ഇങ്ങനെ ഒരു ആർ ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. അത് നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ നമ്മൾ പഠിച്ചാലും നമുക്കത് എന്താ കുറച്ച് നോക്കിയാലൊക്കെ നമുക്ക് മനസ്സിലാവും അത് കണ്ടു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ്റെതാണോ. നിങ്ങൾ ഇത്ര ചിന്തിക്കുക, ഇങ്ങനെ 2t ടീൻ്റെ ഒരു ടേമും അതേപോലെ ഒരു കോൺസ്റ്റന്റ് ടേം ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ടേം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, സ്ട്രെയിറ്റ് ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ തരും, ആർ ഓഫ് ടി ഈക്വൽ ടു ഫൈൻഡ് ദി ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ആർ ഓഫ് ടി ഈക്വൽ ടു എന്തെങ്കിലും ഇപ്പൊ തന്ന പോലെ 1 + 2t i + 3tj - 2k ഒരു ആർ ഓഫ് ടി നിങ്ങൾക്ക് തരും. എന്നിട്ട് ഇതെന്തിന്റെ ഗ്രാഫാണ് നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താ പറയുക, ഇതെന്തിന്റെ ഗ്രാഫാണ്, ഇതൊരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഗ്രാഫാണ്. ഇത്രയേ ഉള്ളൂ ഗ്രാഫ് ഓഫ് ദി ഇക്വേഷൻ. ആർ ഓഫ് ടി തന്നു കഴിഞ്ഞാൽ ഗ്രാഫ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ആർ ഓഫ് ടി തന്നിട്ട് ടി ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്നത് എന്താണ്, ഡൊമെയിനും. ആർ ഓഫ് ടി തന്നിട്ട് അതിന്റെ കേർവ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് എന്താണ്, ഗ്രാഫും ആണ്. ഓക്കെ, ഫോർമുല ഞാൻ എഴുതിയാൽ നിങ്ങൾ നോക്കും നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുന്നുണ്ടോ എന്ന്. എന്താ R equal to 2 cos t I plus 3 sin t j plus tk. ഇത് ഏതിന്റെ ഗ്രാഫാ, ഈ ഒരു കേർവ് ഗ്രാഫ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് എന്തിന്റെ ഗ്രാഫാണെന്നുള്ളത്? പറ, ഇത് നോക്കിയിട്ട് നിങ്ങൾ പറ. ഒന്നുമില്ല, ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെഡ് ഓഫ് ടി എഴുതാൻ പറ്റും. ആ എക്സ് ഓഫ് ടി സെഡ് ഓഫ് ടിയും എക്സ് ഓഫ് ടിയും വൈ ഓഫ് ടിയും സെഡ് ഓഫ് ടിയും ഏതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണെന്ന് നോക്കിയാൽ മതി. പറ, നിങ്ങൾക്ക് അറിയാം, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇവിടെ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താ, 2 cos t ആണ്. വൈ ഓഫ് ടി എന്ന് പറയുന്നത് 3 sin t ആണ്. ആൻഡ് സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് ടി ആണ്. അപ്പൊ ഇങ്ങനെ വരുന്നത് ആരതായിരുന്നു, ആരെ പാരാമെട്രിക് ഇക്വേഷനാ, 3 cos t 3 sin t, സോറി 2 ആണ്, 2 cos t 2 sin t, t ഏതാണ്, സർക്കുലർ ഹെലിക്സ്. സർക്കുലർ ഹെലിക്സ് അല്ലേ, സർക്കുലർ ഹെലിക്സിന്റെ പാരാമെട്രിക് ഫോം ആണ് ഇത്. വേർ 2 cos t 2 sin t t, അതായത് നമുക്കറിയാം സർക്കുലർ ഹെലിക്സിന്റെ ഫോം എന്തായിരുന്നു, a cos t a sin t പിന്നെ സം സി ടി. ഇവിടെ സി എന്ന് പറഞ്ഞാൽ 1 ആണ്, a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 2, a എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് ആണ്. സർക്കുലർ ഹെലിക്സിലെ സർക്കിളിന്റെ റേഡിയസ് ആണ് എന്ത്, 2 എന്ന് പറയുന്നത് ഇവിടെ. പിന്നെ എന്താ, അത്രേ ഉള്ളൂ. ആ 2 റേഡിയസ് ആയിട്ട് വരുന്ന സർക്കുലർ ഹെലിക്സിന്റെ പാരാമെട്രിക് ഫോം ആണ് ഇത്. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നാൽ അതിന്റെ ഗ്രാഫ് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ, അത് സർക്കുലർ ഹെലിക്സ് ആണെന്ന് പറയാം. ഇനി അഥവാ സ്കെച്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്കെച്ച് ചെയ്ത് കൊടുക്കുക. ആ സർക്കുലർ ഹെലിക്സ് ഇങ്ങനെ സർക്കുലർ ഹെലിക്സ് വരച്ചിട്ട് അതിന്റെ റേഡിയസ് എത്ര 2 എന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി 3 ഡയമെൻഷൻ തന്നെ തരണം എന്നൊന്നുമില്ല. ചിലപ്പോൾ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ചോദിച്ച് തന്നിട്ട് അത് ഏതാ ഗ്രാഫ് നിങ്ങളോട് ചോദിക്കാം. അതായത് ഇപ്പം R ഈക്വൽ ടു cos t i പ്ലസ് sin t j ഇങ്ങനെ മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്ന കാര്യം എന്താ, ഇവിടെ നമുക്ക് എക്സ് കോർഡിനേറ്റ് അല്ലെ, എക്സും വൈയും മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സും വൈയും മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ച ഏതോ ഒരു ഫിഗർ ആയത്, അതായത് ഏതോ പ്ലെയിനിലുള്ള ഫിഗർ ആയത് തോന്നിക്ക്, സർക്കിൾ ആവാം അല്ലെങ്കിൽ റെക്ടാങ്കിൾ, ട്രയാങ്കിൾ, അങ്ങനെ ഏതോ ഒരു സാധനമാണ് ഇത്. പക്ഷെ എക്സ് ഈക്വൽ ടു കോസ് ടി വൈ ഈക്വൽ ടു സൈൻ ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ വരേണ്ടത് ആരാണ്, സർക്കിളാണ്. സർക്കിളിന്റെ പാരാമെട്രിക് ഫോം ആണ് ഇത്. വേറെ അതിന്റെ റേഡിയസ് എന്താണ്, കോസിന്റെയും സൈനിന്റെയും കോഎഫിഷ്യന്റ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ റേഡിയസ് എന്താണ് വരിക, 1ഉം 1ഉം അല്ലേ. മനസ്സിലായോ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന്റെ കേർവ് കണ്ടുപിടിക്കുക എന്നുള്ളത്, സോറി ഗ്രാഫ് ഓഫ് എ കേർവ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയോ?
ഓക്കെ, അപ്പം ഡൊമെയിനും ഗ്രാഫും നമ്മൾ പഠിച്ച. പിന്നെ നിങ്ങളെ നോട്ട്സ് എന്തായാലും ഓരോ ദിവസമുള്ള നോട്ട്സ് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളത് അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഗ്രാഫ്. ഇനി അടുത്തത് ഇനി കുറച്ച് ഒരു ഇക്വേഷൻസ് കൂടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. വെക്റ്റർ ഫോം ഓഫ് ലൈന്. നമ്മൾ ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ? പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് ലൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അതിന്റെ ബേസിക് പാരാമെട്രിക് ഫോം. അതായത് ലൈനിന്റെ പാരാമെട്രിക് ഫോം ചോദിച്ചാൽ നിങ്ങൾ അത് തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി അതല്ലാണ്ട് ലൈനിനെ നമുക്ക് വേറെ രീതിയിലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വെക്റ്റർ ഫോം ഓഫ് ദി ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കേസിൽ നമ്മൾ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കാണുന്ന സമയത്ത് നമുക്ക് അവിടെ രണ്ട് കാര്യങ്ങളായിരുന്നു വേണ്ടത്. എന്താ? ആ ലൈനിലുള്ള, അതായത് ലൈനിന്റെ പാരാമെട്രിക് ഫോം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ ലൈനിലുള്ള ഒരു പോയിന്റും അതേപോലെ ആ ലൈനിന് പാരലൽ ആയിട്ട് വരുന്ന ഒരു വെക്ടറും അല്ലെ, ഒരു പോയിന്റും ഒരു വെക്ടറും ഉണ്ടെങ്കിലായിരുന്നു നമ്മൾ ആ പാരാമെട്രിക് ഇക്വേഷൻ എഴുതിയത്. ഓക്കെ, ഇനി അങ്ങനെ അല്ലാണ്ട് വെക്റ്റർ ഫോം ഓഫ് എ ലൈൻ രണ്ട് വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ ലൈന് ആ ലൈനിലുള്ള പോയിന്റ് നിങ്ങൾക്ക് തരൂല, പകരം രണ്ട് വെക്ടേഴ്സ് ആണ് നിങ്ങൾക്ക് തരുക. അപ്പൊ രണ്ട് വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ലൈനിനെ റെപ്രസെന്റ് ചെയ്യാം? അതാണ് നമ്മൾ ഇപ്പം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ശരി, ശ്രദ്ധിക്കുക. അപ്പൊ രണ്ട് വെക്ടേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ രണ്ട് വെക്ടേഴ്സ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ഒരു വെക്ടർ. ഓക്കെ, ഈ വെക്ടറിന്റെ ഇനീഷ്യൽ പോയിന്റ് ഒറിജിൻ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ട്. ഈ വെക്ടറിന്റെ ടെർമിനൽ പോയിന്റ് ആണല്ലോ ഇത്. ഈ വെക്ടറിന്റെ ടെർമിനൽ പോയിന്റ് ആണ് ഇത്. ഈ ടെർമിനൽ പോയിന്റിൽ കൂടെ പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ പോവാണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ പോവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു വെക്ടർ ഏതാ? ഒറിജിനിൽ വരുന്ന ഒരു വെക്ടർ ഉണ്ട്. ആ വെക്ടറിന്റെ ടെർമിനൽ പോയിന്റ് എവിടെയുള്ളത്? ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ഉള്ളത്. അതേപോലെ ഈ ഒരു വെക്ടറിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ എന്തായാലും നമുക്ക് നിർബന്ധമാണ്. ഓക്കെ, പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ ഉണ്ടാവും. ഈ ഒരു വെക്ടറിനെ നമുക്ക് R0 എന്ന് വിളിക്കാം. ഓക്കെ, വെക്ടർ ആണ് വേണ്ടത്, ഈ ഒരു പോയിന്റ് അല്ല നമുക്ക് വേണ്ടത്. ഈ ഒരു വെക്ടർ, അതായത് ഒറിജിന് ആ ഒരു ലൈനിലേക്കുള്ള വെക്ടർ R0ഉം ഈ പാരലൽ ആയിട്ടുള്ള വെക്ടർ R1 ആണെന്ന് നിങ്ങൾ വിചാരിക്കും. ഓക്കെ, R1 വേണ്ട, നമ്മൾ പാരലൽ വെക്ടറിനെ V തന്നെയല്ലേ വിളിക്കുന്നത്. സോ അതിനെ V തന്നെ നിങ്ങൾ വിളിച്ചു. ഈ ഒരു പാരലൽ വെക്ടർ V ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. പക്ഷെ നമ്മളെടുക്കുക ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു പോയിന്റും പാരലൽ വെക്ടറും അല്ല ഉള്ളത്, പകരം എന്താ ഉള്ളത്? ഒരു വെക്ടറും ഉള്ളത്. അതായത് ഒറിജിന് ആ സ്ട്രെയിറ്റ് ലൈനിലേക്കുള്ള ഒരു വെക്ടറും അതേപോലെ അതിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടറും ആണ് ഉള്ളത്. അപ്പൊ രണ്ട് വെക്ടേഴ്സ് ആണ് നമുക്കുള്ളതെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? R R0 പ്ലസ് T ഇൻറ്റു V വെക്ടർ. ഇങ്ങനെയാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക. മനസ്സിലായോ? R0 പ്ലസ് T ഇൻറ്റു V വെക്ടർ. ഇത് ശരിക്കും നമ്മൾ മറ്റ് പാരാമെട്രിക് ഇക്വേഷൻ എഴുതിയ ആ ഫോം തന്നെയാണ്, പക്ഷെ വേറെ രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, എനിക്ക് മനസ്സിലായോ? ഇത് രണ്ട് വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിനെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. R0 പ്ലസ് T ഇൻറ്റു V വെക്ടർ. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഈ ഒരു വെക്ടർ R0 എന്ന് പറയുന്ന ഒരു വെക്ടർ 2i പ്ലസ് 3j പ്ലസ് 4k ആണെന്ന് വിചാരിക്കുക. അതായത് ഒറിജിന് ഈ ഒരു ലൈനിലേക്കുള്ള വെക്ടർ 2i പ്ലസ് 3j പ്ലസ് 4k ആണെന്ന് വിചാരിക്കുക. അതേപോലെ ഈ പാരലൽ വെക്ടർ എന്ന് പറയുന്നത് i പ്ലസ് 4j പ്ലസ് 5k ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക? R R0 പ്ലസ് T ഇൻറ്റു V ആ. ഇവിടെ R0 എന്ന് പറഞ്ഞാൽ എന്താ? R0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രെയിറ്റ് ലൈനിലോട്ടേക്കുള്ള വെക്ടർ. R0 എന്താണ് ഇവിടെ?
2i plus 3j plus 4k plus t into v. v എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? v എന്ന് പറഞ്ഞാൽ i plus 4j plus 5k. ഇതല്ലേ വി എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയേ ചെയ്യേണ്ടൂ ഇവിടെ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ ആർ നോട്ടും നിങ്ങൾക്ക് തരും, വിയും നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾ ആർ നോട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വി ഇവിടെയും കൊടുക്കുക. ഇനി എന്താ ഇത് ചെയ്യേണ്ടത്? നമ്മൾ ഇതിനെ ആഡ് ചെയ്യണം. അപ്പൊ ആഡ് രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന് മുന്നേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 2y plus 3j plus 4k പ്ലസ് ഇവിടെ ടി ഇല്ലേ, അപ്പൊ ടി ഓരോ കോമ്പോണൻസിനോടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഈ ഒരു വെക്ടർ എന്തായിട്ട് മാറും? ടി ഐ പ്ലസ് 4tj. ടീനെ കൊണ്ട് ഓരോ ടൈം മൾട്ടിപ്ലൈ ചെയ്യുക. ടി ഇൻറ്റു വൈ ടി ഐ, ടി ഇൻറ്റു 4tj പ്ലസ് 5tk. ഇനി എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക? വെക്ടേഴ്സ് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുക? അതിന്റെ ith കോമ്പോണന്റും ith കോമ്പോണന്റും ആഡ് ചെയ്യുക, jth കോമ്പോണന്റും jth കോമ്പോണന്റ് ആഡ് ചെയ്യുക, ഫോർത്ത് കോമ്പോണന്റും kth കോമ്പോണന്റും kth കോമ്പോണന്റും ആഡ് ചെയ്യുക. അപ്പം i കോമ്പോണന്റ് ഏതാ? ഇവിടെ 2 ആണ്, ഇവിടെ എന്താണ്? t ആണ്. അപ്പൊ അത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ എന്താ വരുക? 2 പ്ലസ് t ഇങ്ങനെ വരും. i പ്ലസ് 3 പ്ലസ് ജെൻ്റെത് ഇവിടെ 40, j പ്ലസ് 4 പ്ലസ് 5tk. അപ്പൊ ഇതാണ് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ. നിങ്ങൾ നോക്കി ഇത് കാണുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ തന്നെയായില്ലേ? നേരത്തെ നമ്മൾ പഠിച്ച ഫോമിലേക്ക് തന്നെ വന്നില്ലേ ഇത്? സം 2 പ്ലസ് ടി 3 പ്ലസ് 4t 4 പ്ലസ് 5t. അപ്പൊ ഇതിലെ പോയിന്റ്സ് 2ഉം 3ഉം 4ഉം ആണ്. അതിലെ പാരലൽ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇതോ 1 4 5 i പ്ലസ് 4 പ്ലസ് 5. സെയിം ആണ്, രണ്ടും സെയിം ആണ്. പക്ഷെ മറ്റേത് നമുക്ക് പോയിന്റ് ആയിട്ട് തരും, ഇവിടെ നമുക്ക് വെക്ടർ ആയിട്ടും തരും. അപ്പം പോയിന്റ് ആയിട്ട് തന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും, വെക്ടർ ആയിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? സ്ട്രെയിറ്റ് ലൈന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒരു സ്ട്രെയിറ്റ് ലൈന്, ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ എന്താ വി ഈക്വൽ ടു ആർ നോട്ട് പ്ലസ് ടി വി വെക്ടർ. ആർ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രെയിറ്റ് ലൈനിലേക്കുള്ള ഒരു വെക്ടറും, വി വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പാരലൽ ആയിട്ടുള്ള വെക്ടറും. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി നോട്ട് പ്ലസ് ടി ഇൻറ്റു ആ വെക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? മനസ്സിലായോ? അത് മനസ്സിലായോ? ഓക്കെ. നിങ്ങൾ മാക്സിമം എനിക്ക് റെസ്പോൺസ് തരുക കേട്ടോ. മനസ്സിലായോ ചോദിക്കുമ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഇതുപോലെ. കാരണം എത്ര ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിലും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മെസ്സേജ് ചെയ്യാം. ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു എനിക്ക്. ഇനി അടുത്തത്, ഇപ്പൊ ഇതൊരു ഫോം, ഇതൊരു വെക്ടർ ഫോമാണ്. ഇനി ഇതേപോലെ വേറെ ഒരു ഫോമും കൂടി ഉണ്ട് സ്ട്രേറ്റ് ലൈനിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാനല്ലേ, ടൈമില്ലല്ലോ. ഓക്കെ. അഭിനന്ദ്, പ്രസന്റ്. അഭിനവ്, പ്രസന്റ്. അഭിരാം, Present. ആഗ്ന, Present, ma'am. അഹില, Present, ma'am. അജൽ, Present, ma'am. ആകർഷ്, Present, ma'am. ഗോകുൽ, പ്രസന്റ്. അക്ഷര, Present, ma'am. അൽബിൻ, Present, ma'am. അഞ്ജിത, Present, ma'am. അനുജിത്ത്, Present, ma'am. അനുരാഗ്, പ്രസന്റ് മാം. അരുണിമ,
Present, ma'am. Ashbin, Present, ma'am. Ashwand, Present. Ashwin, Present, ma'am. Ashwin, Pavitran, Present, ma'am. Ashwal, Ashwal, Ashwand, Present, ma'am. Ashwati, Present, ma'am. Atul, Present, ma'am. Deepika, Present, ma'am. Devika, Devika, Fatima, Present, ma'am. Fatimatul Misbah, Present, ma'am. Shahala, Present, ma'am. Shibilia, Present, ma'am. Fatima Zuhra, Present, ma'am. Gadha, Present, ma'am. Gopika, Present, ma'am. Isha, Present, ma'am. Kiran, Present, ma'am. Malavika, Present, ma'am. Nabil, Present, ma'am. Mohsina, Present, ma'am. Mohsin, Present, ma'am. Muhammad Fahad, Present. Muhammad Sadaf, Sadaf, Muhammad Sadaf, Sahel, Present, ma'am. Nandana, Present, ma'am. Neha, Present, ma'am. Niharika, Present. Nirmal, Present, ma'am. Nivedita, Present, ma'am. Nainika, Present, ma'am. Punya, Present, ma'am. Punya, Present, ma'am. Rajat, Present, ma'am. Sahala, Present, ma'am. Sarang, Present, ma'am. Shahana Sharin, Present, ma'am. Shanil K, Present, ma'am. Shonin, Shonin, Siddharth, Present, ma'am. Siddharth Sunil, Present, ma'am. Saurav, Present, ma'am. Sriraj, Present, ma'am. Trifle, Present, ma'am. Pashnath, Present, ma'am. Vignesh, Present, ma'am. Visruth, Present, ma'am. Visruddh, Present. Pranav, Present, ma'am. Zelia. Present, ma'am. ഇന്നലെ ഈ ലാസ്റ്റ് വിളിച്ച 4 ആൾക്കാരെ ഞാൻ അറ്റൻഡൻസ് എടുത്തിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്താ എന്നോട് ചോദിക്കാഞ്ഞേ?
നാലാളും ഉണ്ടായിട്ടില്ലേ ക്ലാസ്സിൽ? ഉണ്ടായിട്ടില്ലേ? ആ ഓക്കെ, താങ്ക് യു. എന്താണ്? പ്രസന്റ്. ആരാ പ്രസന്റ്? ഏ ആ ഷോയിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്തിട്ടുണ്ട്. മെസ്സേജ് ഉണ്ട്. സദഫിലല്ല, മുഹമ്മദ് സാദഫ്. ഓക്കെ, താങ്ക് യു.